വിചാരിച്ചെന്ന ഒരു വ്ലോഗ് ചെയ്യാന്ന്. നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് വ്ലോഗ് ചെയ്യാൻ. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ വ്ലോഗ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പം നമുക്ക് നേരെ വ്ലോഗിലേക്ക് കടക്കാം. ഞങ്ങൾ രാവിലെ തന്നെ കഴിച്ചത് ചക്കവരട്ടിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചൊരു പിടി പിടിച്ചു. എന്നിട്ട് ഞങ്ങൾ പഠിക്കാന്ന് വിചാരിച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ കാണിച്ച് ഞങ്ങൾ വെറുതെ ബോറടിപ്പിക്കണില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ വലിയ പഠിപ്പൊന്നുമല്ല, ജസ്റ്റ് പാസ്സായി പോകുന്നു. അപ്പൊ വിചാരിച്ചു ഞാനൊന്ന് എന്റെ നോട്ട്സിന് കാണിച്ച് തന്നേക്കാം. വലിയ ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമില്ല, വളഞ്ഞും തെളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാലും കാണിക്കാന്നാണ് ഗൈസ്. പഠനവേ ആനന്ദകരമാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് റാഷിക്ക് എക്സ്പോർട്ട് ചെയ്തു ഗൈസ്. ഞങ്ങൾ അത് വെച്ച് കുറേ കളിച്ചു. റാഷിക്ക വിത്ത് ഗോലി ഗൈസ്. ഇത് എത്രണ്ണം കുറേ ഉണ്ട് ഗൈസ്. അതിന്റെ എണ്ണം എന്റെ അനിയന് മാത്രമേ അറിയുകയുള്ളൂ ഗൈസ്. പല വർണ്ണങ്ങളിൽ, ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, അങ്ങനെ പല കളറുകളിൽ. എന്റെ അനിയൻ എന്റെ മേത്തേക്ക് റാഷിക്ക വെച്ച് എറിഞ്ഞു, ഞാൻ അവന്റെ മേത്തേക്ക് എറിഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല സുഖവും ഉണ്ടായിരുന്നു എറിഞ്ഞപ്പോൾ. ഒന്നും പറ്റിയതേ ഇല്ല ഗൈസ്. റാഷിക്ക മേലത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഉമ്മച്ചി ഞങ്ങളെ പുറത്തേക്ക് വിടും ഗൈസ്. കാരണം ടൈലിട്ടേക്കുന്നത് പൊട്ടിപ്പോകാൻ വളരെ സാധ്യതയുണ്ട് ഗൈസ്. പഠിച്ചും ഫോൺ കണ്ടും സമയം പോയി അറിഞ്ഞതേ ഇല്ല ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലെ വിശപ്പുരോഗി ഉണർന്നു ഗൈസ്. ആകെ ഉണ്ടായിരുന്നത് സൺഫീസിന്റെ ബിസ്ക്കറ്റും കോൺഫ്ലെക്സ് ആയിരുന്നു. കോൺഫ്ലെക്സ് നിങ്ങൾ വിചാരിക്കും കോൺഫ്ലെക്സ് പാലിലിട്ടല്ലേ കുടിക്കേണ്ടത്. പാലില്ലാത്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ കോൺഫ്ലെക്സ് തുമ്മ കഴിക്കുന്നു ഗൈസ്. പിന്നെ ഉണ്ടായിരുന്നത് സൺഫീസ് ബിസ്ക്കറ്റ് ആയിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് തീറ്റ കഴിച്ചു ഗൈസ്. കട്ടൻ ചായയും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് നമ്മൾ 11:30 കഴിച്ചത് ഗൈസ്. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന്റെ ഭാഗവശത്തുള്ള ഇരുമ്പുമ്പുളി ചേട്ടൻ ഞങ്ങൾ ഓർത്തത് ഗൈസ്. ഇരുമ്പുള്ളിയിൽ കുറെ ഇരുമ്പുള്ളി ഉണ്ട് ഗൈസ്. ഞങ്ങൾ അതൊക്കെ പറിച്ച് തിന്നാൻ വേണ്ടി ഇവിടെ വന്ന് കുറച്ചൊക്കെ പറിച്ച് തിന്നു ഗൈസ്. അപ്പോഴാണ് ഇരുമ്പുള്ളിയുടെ അടുത്ത് നിൽക്കുന്ന കൂട്ടിൽ കിടക്കുന്ന കുറച്ച് ആടുകളെ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഗൈസ്. ഞങ്ങൾ അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി. ആദ്യം കാണുന്നത് ലുലു ചേച്ചിയാണ് ഗൈസ്. ലുലു ചേച്ചി അതിഭയങ്കരിയാണ് ഗൈസ്. ലുലു ചേച്ചി ഏറ്റവും മൂത്തതാണ്, കണ്ടാൽ ഏറ്റവും ഇളയതാണെന്ന് തോന്നുന്നു. അടുത്തത് സുടുവാവയാണ് ഗൈസ്. സുടുവാവ ഇവൻ കാണുമ്പോൾ ഇച്ചിരി ഭയങ്കരകാരിയാണെന്നേ ഉള്ളൂ. പാവമാണ്, പഞ്ചപാവം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറ്റും, അത്രേ ഉള്ളൂ. ഒരു ഉമ്മ കൊടുത്താടാ സുടുമോനെ. കണ്ടോ, ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ നക്കുവാ. ശീത്താൻ പിശാച്. നമുക്ക് അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോവാം ഗൈസ്. അടുത്തത് പൊടിമോളാണ് ഗൈസ്. നിങ്ങൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോയില് ഇവിടെ കണ്ടു കാണും ഗൈസ്, പൊടിമോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാറ്റക്കിളി എവിടെയെന്ന്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അവന് ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ആടുകളുടെ വിശേഷം. ഇവരെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ 2 മണിക്കൂറത്തേക്ക് ടീ വാങ്ങലായിരുന്നു ഗൈസ്. കണ്ടോ സൈഡിൽ, നിങ്ങൾ സൈഡിൽ കണ്ടോ, ഞങ്ങൾ നേരത്തെ എന്തോ ഉണ്ടാക്കിയിട്ട് ചുമ്മാ നിർത്തിയിട്ടേക്കണേ. ഇത് കണ്ടോ ഉമ്മച്ചിന്ന് ഞങ്ങൾ കൊല്ലം. ടിവിയിൽ നല്ല സിനിമയായിരുന്നു, രാക്ഷസിയായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചേരം ഇത് കഴിയുമ്പോഴത്തേക്കും കാണാം ഗൈസ്. 2 മണിക്കൂർ ടി വി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നൊരു വഴിയായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മോരുകറിയും ബീറ്റ്റൂട്ട് തോരനായിരുന്നു. എനിക്ക് ബീറ്റ്റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നമ്മളിത് കഴിച്ച് കഴിയുമ്പോൾ നാവൊക്കെ നല്ല ചുവന്ന് വരും. നല്ല രസമുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്തോ ഗൈസ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് ഗൈസ് കഴിച്ചത്. ഏകദേശം 3-3:30 ആയപ്പോൾ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എനിച്ചപ്പോൾ വീട്ടിൽ പഴംപോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിന്നത് ബോൺസ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ്. 5 മണിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ഈ ബിസ്ക്കറ്റ് തിന്നത്. പഴംപോണ്ട തിന്ന് വീണ്ടും വിശന്നു, അതുകൊണ്ട് തെച്ചതാണ്. ഇത് പൈനാപ്പിൾ ഫ്ലേവർ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 10 രൂപയ്ക്ക് നല്ല ലാഭമാണ് ഗൈസ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്തൊക്കെ. ട്രൈ ചെയ്തിട്ടുള്ളവർ കമന്റും കൂടി ചെയ്യുക. എന്തായാലും നമുക്ക് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ടീ വാങ്ങലായിരുന്നു ഗൈസ്. വേറെ ഒന്നും ചെയ്തില്ല. രാത്രി ഞങ്ങൾ കഴിച്ചത് അപ്പവും ഇറച്ചിക്കറിയായിരുന്നു. ഇത്രയൊക്കെയാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.